ഹായ്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഫാമിലി എന്തെടുക്കണോ എന്നൊക്കെ ചോദിക്കാം. പിന്നെ അതുകൂടാണ്ട് നമ്മൾ ഇന്ന് വന്നേക്കണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു അടിപൊളി സ്റ്റോറി പറയാനാണ് ഗൈസ്. അത് ചേച്ചിയാണ് പറയാൻ പോകുന്നത്. എല്ലാവരും കേട്ടോളൂ. ഓക്കെ. അപ്പോൾ എൻ്റെ പേര് ഞാൻ ആദ്യം പരിചയപ്പെടുത്തി തരാം. എൻ്റെ പേരാണ് ഡിംബ്ലാഷിക്കൊട്ട. ഇതാണ് എൻ്റെ ഹിഡുമ്പിക്കൊട്ട. അപ്പോൾ ഞങ്ങൾക്ക് അപ്പോൾ എല്ലാവരും വിചാരിക്കും ഞങ്ങളൊരു കൊട്ടക്കാരാണോ എന്നൊക്കെ വിചാരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കണം. ഞങ്ങൾ കൊട്ടക്കാരാണ് ആക്ച്വലി. അതായത് പണ്ട് ഭയങ്കര കഷ്ടപ്പാടൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ എൻ്റെ അപ്പനമ്മ ഭയങ്കര പാവപ്പെട്ടവരായിരുന്നു. അപ്പോൾ അവർ ഇങ്ങനെ കുറേ ജോലിയൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങളെ വളർത്തി വലുത് ഞങ്ങളെ പഠിപ്പിച്ചതൊക്കെ. ഞങ്ങളെ പഠിപ്പിക്കാൻ വിട്ടപ്പോഴേക്കും ഞങ്ങൾക്കിങ്ങനെ പരീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് പരീക്ഷകൾ ഞങ്ങൾക്കിങ്ങനെ കുറേ മാർക്കൊക്കെ കിട്ടും. മാർക്ക് ഇട്ട് വയ്ക്കാനായിട്ട് ഞങ്ങൾക്ക് സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്നത്തെ പോലെ ബാഗൊന്നും ഇല്ല. അപ്പം ഞങ്ങൾക്ക് ഈ മാർക്ക് ഇട്ടുകൊണ്ട് വരാനായിട്ട് കൊട്ടക്കണക്കിന് മാർക്കായിരിക്കും. അപ്പം ഞങ്ങൾക്ക് അത് ഇട്ടിട്ട് വരാൻ വേണ്ടിയിട്ട് അതാണ് പണ്ടത്തെ കാരണന്മാരങ്ങനെ പറയണ കൊട്ടക്കണക്കിന് മാർക്കെന്നൊക്കെ. അത് നമ്മുടെ ആ ഒരു പാരമ്പര്യം അനുസരിച്ചാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പനും അമ്മയും കൊട്ട നെയ്തിട്ട് കൊട്ട ഉണ്ടാക്കി തന്നു വിടാൻ തുടങ്ങി. അങ്ങനെ ഒരു കൊല്ലത്തിലൊരു 3 പ്രാവശ്യമൊക്കെ കൊട്ട ഉണ്ടാക്കും. ഓണത്തിന്, ക്രിസ്മസിന്. അപ്പൊ അത് കൊട്ടയുണ്ട്. കൊട്ട ഒരു വർഷത്തിൽ 3 പ്രാവശ്യം കൊട്ട ഉണ്ടാവും. ഒരു വർഷത്തില് ഞങ്ങളൊരു 3 പ്രാവശ്യം എൻ്റെ അപ്പനമ്മ കൊട്ട ഉണ്ടാക്കി തരും. അതായത് നമുക്കിങ്ങനെ 3 പ്രാവശ്യമായിട്ടാണ് പരീക്ഷ. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു സെറ്റ് എന്ന് പറയുമ്പോഴേക്കൊരു 5-8 കൊട്ട ഇതൊക്കെ ഉണ്ടാകും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഈ കൊട്ടകളൊക്കെ ഞങ്ങളുടെ പഠിത്തം അധികം അങ്ങോട്ട് മുൻപോട്ട് പോയില്ല. ഭയങ്കര പഠിപ്പ് കൂടിയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറ്റിയ ലെവലിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് തന്നെ നിർത്തേണ്ട ആവശ്യമില്ലാത്ത പോലെയാണ് നമുക്ക് തോന്നിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നത്തെ കുഞ്ഞു വീടാണല്ലോ. അപ്പം അങ്ങനെ വന്നപ്പോഴേക്കും ഈ കൊട്ടകളൊക്കെ ഇഷ്ടംപോലെ ബാക്കി അത് എന്ത് ചീഞ്ഞെന്ന് അറിയാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ സമയത്താണ് നമ്മുടെ നാട്ടിൽ പുതിയൊരു ആചാരം അങ്ങനെ ഉണ്ടായി. അറിയാലോ ആചാരം എന്തൊക്കെ ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും. അപ്പം ഇങ്ങനെ ഈ പൂക്കളൊക്കെ പറിച്ച് പള്ളിയിൽ അവിടെ അങ്ങനെ പള്ളിയിൽ കൊടുക്കണ ഒരു ചടങ്ങുണ്ടായിരുന്നു. അപ്പം അതിങ്ങനെ വെറുതെ പറിച്ചിട്ട് കൊടുക്കാൻ പറ്റില്ല. പറിച്ച് കൊട്ടയിലാക്കി കൊട്ടയപ്പടി വേണം